നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ്, പലരും ഇവിടെ കമൻ്റ് ഇടുന്നുണ്ട്, പോയ ആൾ തിരിച്ചു വന്നാൽ സ്വീകരിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെയൊക്കെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, ഈ പേഴ്സൺ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ നോക്കിയാൽ നടക്കുമോ? ഇത് അവരുടെ ഉള്ളിലുള്ളൊരു സംശയമാണ്. ഞാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഈ പേഴ്സണെ തിരിച്ചു കൊണ്ടുവരാൻ, ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്? അതിനെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ഞാൻ നോക്കാൻ പോകുന്നത് ഇന്ന്. അപ്പോൾ ഞാൻ കളേഴ്സ് എടുത്തേക്കുന്നത് റെഡ്, ബ്ലാക്ക്, ബ്ലൂ, ഈ 3 കളേഴ്സാണ് എടുത്തേക്കുന്നത്. ബ്ലൂ, ബ്ലാക്ക്, റെഡ് കേട്ടോ. ഇതിലേത് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ജനറൽ റീഡിംഗ് ആണ്, എടുത്തു ചാടി തീരുമാനങ്ങളൊന്നും എടുക്കരുത്. പിന്നെ പേഴ്സണൽ റീഡിംഗ് വേണം എന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ, എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ പിണങ്ങിയിരിക്കുന്ന ആൾ, നോ കോൺടാക്റ്റിലായിരിക്കട്ടെ, നിങ്ങളൊപ്പം താമസിക്കുന്നുണ്ട് പക്ഷെ സംസാരിക്കുന്നില്ല, പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയുള്ള ഒരാളെ റിലേഷൻഷിപ്പ് സ്മൂത്ത് ആവാൻ വേണ്ടി നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? റിലേഷൻഷിപ്പ് തിരിച്ചു കൊണ്ടുവന്ന് സ്മൂത്ത് ആക്കി എടുക്കാൻ പറ്റുമോ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, നമ്മൾ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് അവരുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്, ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ എന്താണ്, നിങ്ങളോട് അവർക്കുള്ള ഫീലിങ്സ് എന്താണ്, പിന്നെ നിങ്ങൾ ശ്രമിച്ചാൽ എന്താണ് ഉണ്ടാവുക, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഒരു ഓറക്കിൾ മെസ്സേജ് നോക്കാം കേട്ടോ. അപ്പോൾ ഓറക്കിൾ മെസ്സേജ് എന്താണ്? ഞാൻ കളർ സെലക്ട് ചെയ്തില്ല, സോറി, കൺഫ്യൂസ്ഡ് ആയിരുന്നു. ബ്ലാക്ക് സെലക്ട് ചെയ്തൊരു റീഡിംഗ് ആണ്. ഞാൻ ബ്ലൂ എന്ന് പറഞ്ഞു, ഇല്ല, ഞാൻ ബ്ലാക്ക് സെലക്ട് ചെയ്തൊരു റീഡിങ്ങിലേക്കാണ് പോകുന്നത് ആദ്യം കേട്ടോ. ബ്ലാക്ക് സെലക്ട് ചെയ്തൊരു റീഡിങ്. ഓക്കെ, അപ്പോൾ ഇവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? സൂര്യഭഗവാൻ എന്ത് പറ്റിയാവോ? എല്ലാം ചുട്ടരിക്കാനുള്ള ഒരു മനസ്സിനോടുകൂടിയാണ് ഇപ്പം യാത്ര ചെയ്തോളാം. ഈ സൂര്യഭഗവാൻ യാത്ര ചെയ്യുന്നില്ല, ഭൂമിയാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരിഞ്ഞിങ്ങനെ വരുമ്പോൾ, അപ്പോൾ സൂര്യനോട് ഏകദേശം അടുത്തേക്ക് വരുമ്പോഴാണ് നമ്മളിവിടെ കിടന്ന് തിളയ്ക്കുന്നത്, നമ്മളുടെ ശരീരത്തിലുള്ള വെള്ളം മുഴുവൻ പോകുന്നു, ആകെ കൂടെ നമ്മൾ ചാവാറായി അല്ലേ? എന്താണാവോ ഇങ്ങനെ അറിയില്ല. ഭയങ്കര ചൂടാ, ഒരു രക്ഷയില്ല. പുറത്തേക്ക് നോക്കുമ്പോൾ ആ തീ ഇങ്ങനെ നമ്മളെ അടുത്തേക്ക് വരുന്ന പോലെ തോന്നുന്നു അല്ലേ? ഭയങ്കര ചൂട്. അപ്പോൾ ഓറക്കിൾ മെസ്സേജ് എന്താണ് പറഞ്ഞത്? ബ്ലാക്ക് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് ഒന്നും പറയുന്നത്. ബ്ലാക്ക് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? ഓറക്കിൾ മെസ്സേജ് ശിവ ജപ് എന്ന് വെച്ചാൽ ശിവഭഗവാനെ പ്രാർത്ഥിക്കുക, ഭജിക്കുക എന്നാണ് പറയുന്നത്. രുദ്രമന്ത്രം, ഹിന്ദുക്കളാണെങ്കിൽ രുദ്രമന്ത്രം എന്താണെന്ന് അറിയായിരിക്കും, അത് ജപിക്കണമെന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ എല്ലാ ദൈവിക ശക്തികളും പവർഫുള്ളാണ്. നമ്മൾ ഓരോ പേരിട്ട് വിളിക്കുന്നു, ഓരോ തരം നമ്മളുടെ വിശ്വാസം. പക്ഷേ നമ്മൾ ശക്തിയിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൽ, അള്ളാഹു ആയാലും യേശുക്രിസ്തു ആയാലും യഹോവയായാലും അല്ലേ? ബുദ്ധനെ ദൈവമായിട്ടില്ല, ബുദ്ധൻ മനുഷ്യനായിരുന്നു. ഞങ്ങളുടെ ഹിന്ദുക്കളുടെ പല ദൈവങ്ങളുണ്ട്. അപ്പോൾ ആരോട് പ്രാർത്ഥിച്ചാലും ആ ദൈവത്തിനോട് ഭയങ്കര ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ആ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്കൂടെ, ആ പ്രകാശം നമ്മളുടെ മുകളിലും വീഴണം, മനസ്സിലാവണം, അതാണ് വേണ്ടത്. ഇരുട്ട് നമ്മളുടെ മുകളിൽ നിന്ന് അകലുക, അതാണ് ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, അത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ അതാണ് ഓറക്കിൾ മെസ്സേജ്. ദൈവവുമായിട്ട് അടുക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്താണ്? നടക്കുമോ? നടക്കും എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അപ്പോഴാണ് നമ്മളിലേക്ക് ദൈവം ഇറങ്ങി വരിക, ശക്തി, ദൈവത്തിൻ്റെ പ്രകാശം നമ്മളിലേക്ക് വരിക, ദൈവത്തിൻ്റെ നോട്ടം നമ്മളിലേക്ക് വരിക. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്?
ഇത്രയും ഓവറോൾ ഒരു കാർഡ് വേണം, ഒരു കാർഡ് വേണം. കാർഡ് സ്റ്റിഫാണ്. എടുക്കാം. ഓക്കെ, അപ്പോൾ 9 of swords റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. 9 of swords റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഉള്ളിൽ ഭയങ്കര തിക്കുമുട്ടലാണ്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഭയങ്കരമായിട്ടുള്ള പേടി, നിങ്ങൾ എന്തൊക്കെയോ സീക്രട്സ് മറയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണം എന്നുണ്ട്. ഈ ഒരു സ്ട്രെസ് നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണം. അതിന് നിങ്ങൾ ആ പേഴ്സണെ റീച്ച് ഔട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പേഴ്സണെ പോയി കണ്ടുപിടിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കും, തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ റീഡിങ്ങും പറയുന്നത്, അല്ലേ? റീഡിങ്ങിലും നിങ്ങൾ പോയി തിരിച്ചു കൊണ്ടുവരാൻ ട്രൈ ചെയ്താൽ എന്തെങ്കിലും നടക്കുമോ, ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ആഗ്രഹത്തിലാണ് ഇവിടെ നിങ്ങളുടെ ഓവറോൾ എനർജി കാണിക്കുന്നത്. നിങ്ങൾക്ക് ആ പേഴ്സണെ തിരിച്ചു കൊണ്ടുവരണം. അതിന് നിങ്ങൾ എന്തും ചെയ്യാൻ റെഡിയാണ്. കാരണം എന്നാലേ നിങ്ങളുടെ മനസ്സിലുള്ള ഈ ആദി അണയുകയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ സിറ്റുവേഷനിൽ പിടിച്ചിരിക്കുകയാണ്. ഡെത്ത് കാർഡ്, നിങ്ങൾ ഈ സിറ്റുവേഷൻ എന്താണ് പറയുക, എൻഡ് ചെയ്യാൻ സമ്മതിക്കില്ല. ഇത് ഡെത്ത് കാർഡാണ്, റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷൻ അവസാനിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ അതിൽ പിടിച്ചു തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തും ചെയ്യാൻ റെഡിയാണ്, എങ്ങനെയെങ്കിലും ഈ പേഴ്സണെ തിരിച്ചു കൊണ്ടുവരാൻ. അതാണ് കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? മാരീഡ് ആണ് ഈ പേഴ്സൺ. മാരീഡ് ആയോ? നിങ്ങൾ മാരീഡ് ആയ ഒരാളുമായിട്ടാണോ റിലേഷൻഷിപ്പ്? അതല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകന്നു പോയപ്പോൾ പേഴ്സൺ വേറെ ആരെങ്കിലും വിവാഹം കഴിച്ചോ? നോക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഒരു മാരീഡ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് ഈ പേഴ്സണെ കാണിക്കുന്നത്. ഈ പേഴ്സൺ സ്ട്രെസ്ഡ് ആണ്. ഈ പേഴ്സൺ എന്തോ ഒരു കാര്യത്തെ ഓർത്ത് സ്ട്രെസ്ഡ് ആണ് ഇവിടെ കേട്ടോ. ഇവിടെ സെലിബ്രേഷൻ, ഈ പേഴ്സൺ ഹാപ്പിയാണ്, മാരീഡ് ആണെന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഈ പേഴ്സൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഈ പേഴ്സൺ എന്തോ ഒരു ആരോ ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിപ്പിച്ച പോലെ ഒരു സിറ്റുവേഷനാണ്. ഈ പേഴ്സൺ ആഗ്രഹിച്ചതല്ല, പക്ഷേ അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നൊരു ചിന്ത ഈ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. ഇവിടെ ഒരു ബാലൻസ് ഇല്ല. പക്ഷേ ഈ പേഴ്സൺ വിവാഹം കഴിച്ചെങ്കിലും ഇവിടെ ഒരു ബാലൻസ് ഇല്ല ഈ പേഴ്സൻ്റെ ലൈഫിൽ. മനസ്സിലായോ? ഈ പേഴ്സൺ ഒരു സന്തോഷമില്ല വിവാഹം കഴിച്ചെങ്കിലും. അങ്ങനെയാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ 4 of Wands കാണിച്ചത്? ഈ 4 of Wands എന്തുകൊണ്ടാണ് ഇവിടെ വന്നത്? സ്റ്റാർ കാർഡ് റിവേഴ്സ് ആണ്. ശരിയല്ല, ചില കാർഡ്സ് ഒക്കെ റിവേഴ്സ് ഉണ്ട്. ഓക്കെ, വർഗോ ആണ് എടുക്കാൻ പോയത്. സ്റ്റാർ കാർഡ് റിവേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ ഈ പേഴ്സൺ ആഗ്രഹിച്ചതല്ല ഈ വിവാഹം, പക്ഷേ ഈ പേഴ്സൺ വിവാഹം കഴിച്ചതുകൊണ്ടാണ് ആരോ ഫോഴ്സ് ചെയ്ത് ഈ പേഴ്സണെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച പോലെ. ഇവിടെ ഒരു മദർ ഓഫ് കപ്സിനെ കാണിക്കുന്നുണ്ട്. അൺകണ്ടീഷണൽ ലവ് ആണിത്. അപ്പോൾ ഈ പേഴ്സണ് ശരിക്കും സ്നേഹിക്കുന്ന ഒരാൾ തന്നെയാണ് ആളെ തന്നെയാണ് പേഴ്സൺ വിവാഹം കഴിച്ചിരിക്കുന്നത്. പക്ഷേ പേഴ്സണ് അവരോട് വിവാഹം ഇഷ്ടമില്ലായിരിക്കാം, ആണായാലും പെണ്ണായാലും. ഈ പേഴ്സൺ എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആരുടെയോ ഒരു സോൾമേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പേഴ്സൺ ഒരു സോൾമേറ്റ് കണക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഈ കല്യാണത്തിൽ ഹാപ്പി അല്ലാത്തത്. ഇതാണ് ഇപ്പോൾ ഈ പേഴ്സണിൻ്റെ സിറ്റുവേഷൻ. ഇതിപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള ആളാവാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആളാവാനും ചാൻസ് ഉണ്ട്. പിന്നെയും 8 of Swords വന്നു. ഇത് 8 of Swords വന്നത് പിന്നെയും ഇവിടെ 8 of Swords വന്നേക്കുന്നതാണ്. പിന്നെയും മാരേജ് വന്നിട്ടുണ്ട്. ഇത് ഫോഴ്സ് ചെയ്ത് ഈ പേഴ്സണെ വിവാഹം കഴിപ്പിച്ച പോലെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ അത്ര ഹാപ്പി അല്ല.
കല്യാണം കഴിച്ചേക്കുന്ന ആൾ നല്ലതാണെങ്കിലും ഈ പേഴ്സൺ ഒരാൾ ഒരു സോൾമേറ്റ് കണക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഈ പേഴ്സൺ ആരെയോ ഇഷ്ടപ്പെട്ടിരുന്നു, അവർ കല്യാണം കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനായിരുന്നു, പക്ഷെ അത് നടന്നില്ല. ഏതായാലും ഇപ്പോൾ വിവാഹിതനോ വിവാഹിതയോ ആണ്. എന്താണ് നിങ്ങളോടുള്ള ഫീലിങ്സ്? നിങ്ങളോടുള്ള ഫീലിങ്സ് ഈ പേഴ്സണ് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇപ്പം എന്താണ് ഫീലിംഗ്? ഇപ്പോൾ കല്യാണം കഴിഞ്ഞു, അപ്പോൾ പക്ഷേ നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്. ഇപ്പം ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത്. പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളാണ്, പക്ഷേ വിവാഹം കഴിച്ചേക്കുന്ന വേറൊരാളെയാണ്. എല്ലാം നെഗറ്റീവാണ് വന്നേക്കുന്നത്. 2 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട് അപ്രൈറ്റ്. അപ്പോൾ ജഗിൾ ചെയ്തുകൊണ്ടിരിക്കണം എന്ത് ചെയ്യണം. ഇനിയിപ്പോൾ വിവാഹം കഴിച്ച പഴയ ആളുടെ പുറകെ പോകണോ, അതോ വിവാഹം കഴിച്ച ആളുടെ കൂടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമോ, അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പോകണോ, അതാണ് ഈ പേഴ്സൺ ആലോചിക്കുന്നത്. എന്തായാലും ഈ പേഴ്സൺ ഭയങ്കര ടയേർഡാണ് ഇപ്പോൾ ഭയങ്കര സ്ട്രെസ്സിലാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ നിങ്ങളെ വേണോ, നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണോ, അതോ ഈ കല്യാണം കഴിച്ച ആളുടെ കൂടെ ജീവിക്കണോ? ഇത് നിങ്ങളാണെങ്കിൽ ഈ പേഴ്സൻ്റെ സോൾമേറ്റ് കണക്ഷനായ ആ പേഴ്സൻ്റെ അടുത്തേക്ക് പോകണോ, അതോ നിങ്ങളുടെ കൂടെ ജീവിക്കണോ? ഇതാണ് ഈ പേഴ്സൺ ഡിസൈഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ പേഴ്സൺ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഇപ്പോൾ കൈവിട്ട കളിയായി പോയത്. ഇത് ഇത്രയും ഈ സിറ്റുവേഷനിലേക്ക് എത്തുമെന്ന് ഈ പേഴ്സൺ വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, ഒന്നും ചെയ്യാനുള്ള ഒരു ആഗ്രഹമില്ല ഈ പേഴ്സണ്. ഇപ്പം എല്ലാം ഇങ്ങനെ മാക്സിമം എവിടെയെങ്കിലും ചടഞ്ഞു കൂടുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതിന് കമ്മിറ്റ്മെൻ്റ് ഇല്ല, ഈ റിലേഷൻഷിപ്പിൽ കമ്മിറ്റ്മെൻ്റ് ഇല്ല. ഈ പേഴ്സൺ കല്യാണം കഴിച്ചെങ്കിൽ ഈ പേഴ്സൺ ഈ കല്യാണം കഴിച്ച ആളോട് കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസ് വന്നിരിക്കുന്നത്? 2 ഓഫ് പെൻറ്റക്കിൾസ് വന്നിരിക്കുന്ന വീൽ ഓഫ് ഫോർച്യൂൺ. ഈ പേഴ്സൺ ചേഞ്ച് ചെയ്യാൻ, ഈ പേഴ്സൺ ഒരാളെ ഓർത്തുകൊണ്ടിരിക്കുകയാണല്ലോ, ആ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്ന ആൾക്ക് ആ പേഴ്സൻ്റെ സ്നേഹം കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ 4 ഓഫ് പെൻറ്റക്കിൾസ് അപ്രൈറ്റ്. ഈ പേഴ്സൺ കുറേ സീക്രറ്റ്സ് അവരിൽ നിന്ന് ഒളിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ ഈ പേഴ്സൺ സമ്മതിക്കുന്നില്ല. ഒന്ന് ബാക്ക് ഔട്ട് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര സ്ട്രെസ്സിലാണ് ഈ പേഴ്സൺ. അപ്പോൾ എംപ്രസ് ആണ്. എംപ്രസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്ന ആൾ അതാരാണോ അവരെയാണ് എംപ്രസ്. അപ്പം സ്നേഹിക്കുന്ന ആളെയാണ് എംപ്രസ് ആയിട്ട് കാണുന്നത്. ഇപ്പോൾ വിവാഹം കഴിച്ച ആളെ എന്ത് ചെയ്യണമെന്ന് ഈ പേഴ്സൺ അറിയില്ല. അപ്പോൾ എംപ്രസും ഒരു ഫൂളും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ഒരു എംപ്രസ് ഈ പേഴ്സണെ ഫൂളാക്കി കല്യാണം കഴിച്ചു. ഇവിടെ ഒരു ട്രാപ്പ് ചെയ്ത് കല്യാണം കഴിഞ്ഞ പോലെ എന്ന് വെച്ചാൽ വീട്ടുകാർ ഈ പേഴ്സണെ ട്രാപ്പ് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ട്രാപ്പ് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ ആരോ ട്രാപ്പ് ചെയ്ത് ഈ പേഴ്സണെ വിവാഹം കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ എന്തായാലും ഈ പേഴ്സൺ നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങളല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ സോൾമേറ്റ് ആരാണോ അവരെ കോണ്ടാക്ട് ചെയ്യാൻ ഈ പേഴ്സൺ ട്രൈ ചെയ്യും കേട്ടോ. കാരണം ഇവിടെ ഒരു റിസ്ക് എടുക്കാൻ പോകുന്നുണ്ട്. ഈ എംപ്രസിനെ കോണ്ടാക്ട് ചെയ്യാൻ ഈ പേഴ്സൺ ഒരു റിസ്ക് എടുക്കും. അതൊരു വലിയ റിസ്ക് ആയിരിക്കും, കാരണം മാരേജിലിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇനി പഴയ ആളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷൻ ആയിട്ടുള്ള അവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ളപ്പോൾ ഇപ്പം കല്യാണം കഴിച്ചിരിക്കുന്ന റിലേഷൻഷിപ്പിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൺ ഇത് നിങ്ങളെ അല്ല വിവാഹം കഴിച്ചേക്കുന്നത് എന്ന പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ചേഞ്ച് ചെയ്യാനായിട്ട്, നിങ്ങളെ വിട്ടുകളയാനായിട്ട്, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ എംപ്രസ് നിങ്ങളാണല്ലോ, നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് നമ്മൾ ഈ നോക്കുന്നത്. അപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സിൽ നിങ്ങളെ ഒരു ചക്രവർത്തിനിയായിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത്. ഭയങ്കര ആരാധനയാണ് നിങ്ങളോട്. അപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പേടിയുണ്ട്, ഭയങ്കര സ്ട്രെസ് ഉണ്ട്. നിങ്ങളിത് അറിയുമ്പോൾ എന്താണ് വരാൻ പോകുന്നത് ആ ഒരു ടെൻഷനുണ്ട്. എന്തായാലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിക്കാൻ പോകുന്നത്. പക്ഷെ വിവാഹം കഴിച്ചെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ട് എന്താ കാര്യം, അതാണ് ചോദ്യം. എന്തായാലും ഇനി നിങ്ങളുടെ സൈഡാണ്, നിങ്ങൾ ഈ പേഴ്സൺ. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പേഴ്സണെ ആരോ ട്രാപ്പ് ചെയ്ത് വിവാഹം കഴിച്ചു. നിങ്ങളല്ല വിവാഹം കഴിച്ചെങ്കിൽ വേറെ ആരോ ഈ പേഴ്സണെ ട്രാപ്പ് ചെയ്ത് ഈ പേഴ്സൺ ഇപ്പോൾ ഒരു വിവാഹം കഴിച്ച സിറ്റുവേഷനിലാണ്. ഇനി നിങ്ങൾ ഈ പേഴ്സണെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കിയാൽ എന്താണ് ഉണ്ടാവുക? പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങളായിട്ട് ഈ റിലേഷൻഷിപ്പ് തിരിച്ചു കൊണ്ടുവരാൻ നോക്കിയാൽ എന്താണ് ഉണ്ടാവുക? 2 കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഹാപ്പിനെസ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. കഷ്ടമാണ്. ഈ
ഒരു വിവാഹം കഴിച്ച് വേറൊരാളുടെ ലൈഫിലേക്ക് പോയ ആളെ നിങ്ങൾക്ക് എന്തിനാണ്? വന്നിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അതാണ് ഷാറ്റേർഡ് ഡ്രീംസ് ആണ് നിങ്ങളുടെ. എന്നുവെച്ചാൽ ഈ പേഴ്സൺ നിങ്ങൾ ഇപ്പോൾ അവിടെ ഒരു കല്യാണം കഴിച്ച സ്ഥിതിക്ക് ആ കല്യാണം ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങളോട് വന്ന് കല്യാണം കഴിക്കാൻ ഈ പേഴ്സൺ പറ്റില്ല. അപ്പോൾ പക്ഷേ അത് കഴിഞ്ഞ് നിങ്ങൾ റിലേഷൻഷിപ്പ് തുടങ്ങിയാലോ അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ ഒരു തേർഡ് പാർട്ടി ആയിട്ട് മാറും റിലേഷൻഷിപ്പിൽ. നിങ്ങളുടെ അതുകൊണ്ട് നിങ്ങൾ ഈ പേഴ്സണെ കോൺടാക്ട് ചെയ്യേണ്ടതെന്നാണ്. കാരണം ഷാറ്റേർഡ് ഡ്രീംസ് ആണ്. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ കണ്ട സ്വപ്നങ്ങളെല്ലാം തകർന്നടിയും. ഇപ്പോഴേ അതൊരു സിറ്റുവേഷനിലാണ്. അപ്പോൾ അത് കൂടുതൽ വഷളാവും. പിന്നെ 4 ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും കേട്ടോ. നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു പോവും. നിങ്ങൾ ഈ സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്യും ഇത് അറിയുമ്പോൾ. ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കൊണ്ടാണ്. ഈ പേഴ്സൺ അകന്നിരിക്കുമ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണെങ്കിലോ എന്ന ഒരു ചിന്തയിലാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾ ഈ പേഴ്സണെ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പിടുത്തം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സങ്കടമാവും, ഭയങ്കര നിരാശയാവും. പക്ഷേ നിങ്ങൾ ആ സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്യും. നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ്, അബണ്ടൻസിലേക്ക് നിങ്ങൾ തിരിച്ചു പോകും കേട്ടോ. പെട്ടെന്ന് നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് ചെന്ന് കയറിയാലും നിങ്ങൾക്ക് കുറേ ക്ലാരിറ്റി കിട്ടും ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് സിറ്റുവേഷൻ മനസ്സിലാവുമ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ വേണ്ട, കംപ്ലീറ്റ് ആയിട്ട് അത് ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകും നിങ്ങളുടെ ലൈഫായിട്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ സോഡിയാക് സൈൻ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, Taurus, Leo, Aquarius, Scorpio, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Taurus, Libra, Aquarius, Aries, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Aquarius, Cancer, Pisces, Scorpio, Gemini, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Aquarius, Libra, Gemini, Sagittarius, Scorpio, Aries, Leo, Sagittarius, Aquarius, Libra, Gemini. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത് കേട്ടോ. അക്വേറിയസ് അതെ. അപ്പോൾ ഇതാണ് ബ്ലാക്ക് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഇനി ഞാൻ പോകാൻ പോകുന്നത് ബ്ലൂ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കൊരു ഓറക്കിൾ മെസ്സേജ് നോക്കാം. ബ്ലൂ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ. കാർഡ് തന്നു. ഇതത് തന്നെയാണ്, അതേ കാർഡാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ റീഡിങ്ങിലെ കാർഡ് തന്നെ. ഇതും ഹാർനസ് ദ പവർ ഓഫ് രുദ്ര മന്ത്ര എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പ്രകാശം നമ്മളുടെ ഉള്ളിലേക്ക് വരാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടാണ് ഈ മന്ത്രമാണ് പറയുന്നത്. അത് ഹിന്ദുക്കളാണ് ജപിക്കുക. ഓം നമോ ഭഗവതേ രുദ്രായ എന്ന് വെച്ച മന്ത്രം നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അതിനുള്ള ശക്തി നമുക്ക് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഹിന്ദുക്കളെ ബാധിക്കുന്ന കാര്യമാണ്. ബാക്കിയുള്ളവർ, നിങ്ങൾ ഹിന്ദുക്കളുടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കില്ലല്ലോ, അപ്പം നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുക. ഓരോ മതത്തിലും അതിൻ്റെ പ്രാർത്ഥനകൾ, ദൈവത്തിനോട് അടുക്കാനുള്ള പ്രാർത്ഥനകളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ച് പ്രാർത്ഥിക്കുക. ആത്മാർത്ഥമായിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ സഹായം അഭ്യർത്ഥിക്കുക. ഇതാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതാണ് പറയുന്നത്. ഓം നമോ ഭഗവതേ രുദ്രായ, അതാണ് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ജപം. ഓക്കെ നമ്മളപ്പോൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്.
നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? സ്കാറ്റേർഡ് ആണ് അവരുടെ ഓവറോൾ, ഒരു എനർജി സ്കാറ്റേർഡ് ആണ് അവരുടെ. ഓക്കെ, നോക്കാം ഓവറോൾ എനർജി എന്താണ്. ബ്ലൂ സെലക്ട് ചെയ്തവരുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? എയ്റ്റ് ഓഫ് സ്വേർഡ്സ് ആണ്. ഇവരെന്തോ ഒരു തടവിലാക്കപ്പെട്ട പോലെ, ഓവർ തിങ്കിങ്, ഇവർ ഭയങ്കരമായിട്ട് ചിന്തിച്ച് കാട് കയറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഒരു എന്താ തീരുമാനം എടുക്കേണ്ടത്, എന്താണ് ഞാൻ അറിയേണ്ടത്, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നൊരു എത്തും പിടിയില്ല. ഒരു നെഗറ്റീവ് തോട്ട്സ് ആണ് ഇവരുടെ മനസ്സിൽ മുഴുവനും കേട്ടോ. അപ്പോൾ മറ്റുള്ളവർ ഇവരെ ഫോഴ്സ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന പോലെയാണ് ഇവരുടെ ഒരു മനസ്സിലെ ഒരു ചിന്ത. ചിലപ്പോൾ ഒരു പെൺകുട്ടിയായിരിക്കാം, അപ്പോൾ വീട്ടുകാർ കല്യാണം കഴിക്കാൻ ഫോഴ്സ് ചെയ്യിപ്പിക്കുന്നുണ്ടാവാം, അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ ആണുങ്ങളാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിൽ തന്നെ, ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ പേഴ്സൺ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ വീട്ടുകാർ സമ്മതിക്കുന്നില്ല നിങ്ങളുടെ അടുത്തേക്ക് വരാൻ, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് ഇവിടെ ഈ പേഴ്സൺ എന്താണ് ഇത്രയും നെഗറ്റീവായിട്ട് ചിന്തിച്ചു കൂട്ടുന്നത്, എന്തുകൊണ്ടാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ 8 ഓഫ് സ്വേർഡ്സ് വന്നത്. 5 ഓഫ് പെൻറ്റക്കിൾസ്. ഇത് 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ലവ്, ലാക്ക് ഓഫ് എന്തോ ഒരു കുറവ്, ധൈര്യമില്ലായ്മ, വിശ്വാസക്കുറവ്, പണമില്ലായ്മ, ഇതെല്ലാം കാണിക്കുന്നുണ്ട്. അതുപോലെ അബാൻഡൻമെൻറ്റ്, ഉപേക്ഷിക്കപ്പെടുക, ഇങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷനാണ് ഈ പേഴ്സൻ്റെ മനസ്സിൽ. പിന്നെയും ആ 8 ഓഫ് സ്വേർഡ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി ഒരു നിസ്സഹായ അവസ്ഥയിലാണെന്നാണ് പറയുന്നത് കേട്ടോ. ഒരു തരത്തിലും ഒരു ആക്ഷനും എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ. അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതാണ് ആ പേഴ്സൻ്റെ മനസ്സിലെ ചിന്ത കേട്ടോ. ഇനി ഇവരുടെ ശരിക്കുള്ള സിറ്റുവേഷൻ എന്താണ്? ഇവരുടെ ഓവറോൾ എനർജിയാണ് കാണിക്കുന്നത്, ഒരു നിസ്സഹായ അവസ്ഥ. അത് ചിലപ്പോൾ അത് എക്സ്ക്യൂസ് ആയിട്ടും ആൾക്കാർ പറയും, അയ്യോ എനിക്ക് കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല, അവർ സമ്മതിക്കില്ല. അതൊരു എക്സ്ക്യൂസാണ്, അത് നിസ്സഹായ അവസ്ഥയല്ല, അതൊരു ഒളിച്ചോട്ടം, അതൊരു എസ്കേപ്പിസമാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനും ആയിരിക്കാം, അറിയില്ല. എന്തായാലും ഈ പേഴ്സൺ ശരിക്കുള്ള സിറ്റുവേഷൻ എന്താണ് ഇപ്പോൾ? ഒരു 4-5 കാർഡ്സ് പ്ലീസ്. അല്ല, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ്. ഈ പേഴ്സൺ സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാളാണ്. എന്നുവെച്ചാൽ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാനോ ഒരു കാര്യം ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യാനോ ഒന്നും ഒരു കപ്പാസിറ്റി ഇല്ലാത്ത ഒരു ക്യാരക്ടറാണെന്നാണ് കാണിക്കുന്നത്. അതുപോലെ ഈ പേഴ്സൺ സ്റ്റക്കാണ് ഒരു സിറ്റുവേഷനിൽ, കംപ്ലീറ്റ് ആയിട്ട് വിട്ടേക്കുക. ഒരു കാര്യം ഡിസിഷൻ ഈ പേഴ്സൺ എടുക്കില്ല. കാരണം ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്പോൺസിബിലിറ്റി, ഒരു കാര്യത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ഈ പേഴ്സൺ റെസ്പോൺസിബിലിറ്റി വായിൽ കിടന്ന് കുഴഞ്ഞു, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ റെഡിയല്ല. അതുകൊണ്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ റെഡിയല്ല പേഴ്സൺ. അപ്പോൾ ഇവിടെ ഒരു ടവർ മൊമെൻ്റ് ഉണ്ടാവാൻ പോയി, ഇത് റിവേഴ്സ്ഡ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ ചേഞ്ച് വേണ്ട, ഇങ്ങനെ തന്നെ പൊക്കോട്ടെ എന്നാണ്. ഭയങ്കര റെസ്റ്റ്ലെസ് ആണ് ഈ പേഴ്സൺ കേട്ടോ. അപ്പോൾ ഒരു തീരുമാനം എടുക്കുന്നില്ല. ഇവിടെയും സ്റ്റക്ക് എനർജിയാണ്, ഇതും സ്റ്റക്കാണ്. കാരണം ഒരു ടവർ മൊമെൻ്റ് ഉണ്ടായെങ്കിൽ ഒരു തീരുമാനമായേനെ. പക്ഷേ ഈ പേഴ്സൺ ഒരു ടവർ മൊമെൻ്റ് അവോയ്ഡ് ചെയ്തു. കാരണം എന്താണ്? അവിടെ ടവർ മൊമെൻ്റ് വന്നാൽ പിന്നെ രണ്ടാമതെല്ലാം പടുത്തുയർത്തണം, പിന്നെ പണിയെടുക്കണം. അതുകൊണ്ട് ആ പേഴ്സൺ ആ ടവർ മൊമെൻ്റ് അവോയ്ഡ് ചെയ്തു നിങ്ങളുടെ പേഴ്സൺ. പിന്നെ ഉള്ളത് പേജ് ഓഫ് കപ്സ് ആണ്, അത് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. ഈ ഭയങ്കര ഇമ്മച്യൂർഡ് ആണ് ഈ പേഴ്സൺ, ഇമോഷണലി ഭയങ്കര ഇമ്മച്യൂർഡ് ആയൊരു എനർജിയാണ്. അപ്പോൾ എന്ത് ചെയ്യണം എന്നൊരു എത്തുമ്പോഴത്തേക്ക് അതാണ് സ്റ്റക്ക് എനർജി ഇവിടെ 2 സ്ഥലത്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ സൺ കാർഡ് റിവേഴ്സ്ഡ് ആണ്. അപ്പോൾ കുട്ടിക്കളി മാറിയിട്ടില്ല ഇപ്പോഴും. വെറുതെ ഒരു എന്താ പറയുക, ഒരു ഡിപ്രഷൻ, വെറുതെ ഒരു ആലോചിച്ച് കൂട്ടി വെറുതെ ഒരു നിരാശയിലേക്ക് പോവുക, ഇതൊക്കെ പേഴ്സണൽ ഒരു ഹോബിയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 5 ഓഫ് പെൻറ്റക്കിൾസ് നമ്മളിവിടെ കണ്ടില്ലേ, അത് റിക്കവറി. അപ്പോൾ പക്ഷേ ഈ പേഴ്സൺ പയ്യെ പുറമേ കാണിക്കുന്നത് എനിക്കൊന്നും ഇല്ല, അങ്ങനെയാണ്, ഒന്നും പൈസ ഒന്നും ഇല്ല എന്നൊക്കെ കാണിക്കുന്നെങ്കിലും പയ്യെ ഈ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളിൽ നിന്ന് ഈ പേഴ്സൺ റിക്കവർ ചെയ്തുകൊണ്ട് വരികയാണ്. ഈ പേഴ്സൺ ആരൊക്കെയോ സഹായിക്കുന്നുണ്ട് പൈസ കൊടുത്ത്.
പക്ഷേ പുറമെ പറയുമ്പോൾ ഈ പേഴ്സൻ്റെ അടുത്ത് ഒന്നുമില്ല എന്ന് മാത്രമേ ഈ പേഴ്സൺ പറയുന്നുള്ളൂ കേട്ടോ. ഇവിടെ ഒരു ഈ ടവർ എന്താണ് റിവേഴ്സ് വന്നതെന്ന് നോക്കിക്കട്ടെ. ഒരു പേഴ്സൺ ടവർ വന്നിരുന്നെങ്കിൽ, ടവർ നടന്നിരുന്നെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ പേഴ്സൻ്റെ ക്യാരക്ടറിൽ ഉണ്ടായേനെ. ഒരു മാരേജ്, ഇവിടെ ഒരു മാരേജ് കൺഫ്യൂസ്ഡ് ആണ്, കല്യാണം കഴിക്കണം എന്നുണ്ട്. അപ്പോൾ ഈ ടവർ മൂമെൻറ്റ് വന്നിരുന്നെങ്കിൽ, ടവർ മൂമെൻറ്റ് ചിലപ്പോൾ ഈ പേഴ്സൻ്റെ വീട്ടുകാരോട് ഈ പേഴ്സൺ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീട്ടുകാരോട് തീരുമാനം പറയും കല്യാണം കഴിക്കണ്ട, അല്ലേ, പേഴ്സണെ പറ്റൂല, നിങ്ങളെ വിവാഹം കഴിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കാൻ ഫോഴ്സ് ചെയ്യപ്പെടും. അതുകൊണ്ട് ഈ പേഴ്സൺ ആ ടവർ മൊമെൻ്റ് ഒഴിവാക്കി എങ്ങനെ പേഴ്സൻ്റെ വീട്ടുകാർക്ക് നിങ്ങളോട് ചിലപ്പോൾ കല്യാണം കഴിക്കാം, ഞാൻ വീട്ടുകാരോട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടായിരിക്കും പോയത്. പക്ഷേ ഈ വീട്ടുകാരോട് ഇതുവരെ ഈ പേഴ്സൺ സംസാരിച്ചിട്ടില്ല. കാര്യം എന്താണ്? ഈ പേഴ്സൻ്റെ വീട്ടുകാർ ഈ പേഴ്സൺ ഇഷ്ടംപോലെ കല്യാണാലോചനകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ളൊരു വിവാഹത്തിന് സംസാരിച്ചാൽ അവിടെ ഒരു ടവർ മൊമെൻ്റ് ആവും. പിന്നെ ഈ പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ആ പേഴ്സൺ അത് അങ്ങനെ തന്നെ മാറ്റി വെച്ചിരിക്കണം. പേഴ്സൺ അവരുടെ വീട്ടുകാരോട് സംസാരിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇതാണ് ഈ പേഴ്സണിൻ്റെ സിറ്റുവേഷൻ. ഭയങ്കര നിങ്ങൾക്ക് വേറെ പണിയില്ലേ? ഇതാണ് ഞാൻ ചോദിക്കാൻ പോയത്. ഓക്കെ, നമുക്ക് ഈ സൺ കാർഡ് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് എന്തുകൊണ്ടാണ് സൺ കാർഡ് റിവേഴ്സ് വന്നേക്കുന്നത്? 2 of Cups ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ്. അപ്പോൾ നേരിയൊരു സങ്കടമുണ്ട് നിങ്ങളെ വിവാഹം കഴിക്കാൻ പറ്റാത്തതിൽ, മനസ്സിലായി? കാരണം ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ്. നിങ്ങൾ രണ്ടുപേരും നല്ലോണം ചേരുന്ന ആളുകളാണ്. പക്ഷേ ഇവർ പുതിയ ഓപ്ഷൻസ് വരുന്നതിന് മുമ്പുള്ള അവർ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങിയതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു കൺഫ്യൂഷനിലാണ്, ഒരു 2 of Pentacles സിറ്റുവേഷനാണ്. ഡിസിഷൻ എടുക്കണം, ആരെ ചൂസ് ചെയ്യണം. അപ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആണ്. കാരണം ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട് പേഴ്സൺ. കൊള്ളാം, നല്ല പാർട്ടി. എന്തായാലും നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സൺ ഇപ്പോൾ? നിങ്ങളോടിപ്പോൾ എന്താണ് ഈ പേഴ്സൺ ഫീലിങ്സ്? നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സൻ്റെ? സ്ട്രെങ്ത് കാർഡ് റിവേഴ്സ് ആണ്. ഡൗട്ടാണ്. കല്യാണം കഴിച്ച് വീട്ടുകാരെ കുറിച്ച് ചിലപ്പോൾ ഈ പേഴ്സൺ ഒരു ഭയങ്കര ഇമ്മെച്യൂർഡ് ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ വീട്ടുകാരുടെ ഇഷ്ടത്തിന് പ്രകാരമല്ലാതെ ഞാൻ വേറെ ആരെങ്കിലും നിങ്ങളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവരെന്നെ പുറന്തള്ളിയാലോ, സ്വത്ത് കിട്ടാനുള്ളതൊക്കെ അവർ തന്നില്ലെങ്കിലോ, എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇവർ പിന്നെ എന്നെ അടുപ്പിച്ചില്ലെങ്കിലോ എന്നൊക്കെ ഒരു ടെൻഷൻ ഈ പേഴ്സൺ ഉണ്ട്. അതുപോലെ തന്നെ 2 of Cups ഇവിടെ റിവേഴ്സ് വന്നേക്കുന്നുണ്ടോ? നിങ്ങളോടുള്ള ഫീലിങ്സ്, നിങ്ങളോട് സോൾമേറ്റ് കണക്ഷൻ, ഭയങ്കര സ്നേഹമായിരുന്ന ആൾ ഇപ്പം അതുപോലെ തകിടം മറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളോടുള്ള സ്നേഹം ഈ പേഴ്സൺ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്, മനസ്സിലാവുണ്ടോ? അതുപോലെ ഈ പേഴ്സൺ കുറച്ച് ചീറ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ടാമി അവിടെ ഇരുന്നോ, അവൻ ഇതിലേക്ക് ചാടി കയറി കഴിഞ്ഞാൽ എല്ലാം കൂടെ താറുമാറാക്കും. അപ്പോൾ എംപ്രസ് റിവേഴ്സാണ് വന്നേക്കുന്നത്. എംപ്രസ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ചീറ്റിംഗ് ഒക്കെയാണ്. ഇത് വളരെ നച്ചറിങ് കെയറിങ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. പക്ഷേ അത് റിവേഴ്സ് വരുമ്പോൾ ഒന്നിനും കൊള്ളാത്തതാണ്. 10 of Cups റിവേഴ്സ്, ചാരിയറ്റ് റിവേഴ്സ്. ഈ പേഴ്സൺ ഒരു ആക്ഷനും നിങ്ങളുടെ ഇതിലേക്ക് എടുക്കാൻ പോകുന്നില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ വെറുതെയാണ് കേട്ടോ. ഈ പേഴ്സൺ വീട്ടിൽ സംസാരിക്കാമെന്ന് പോയിട്ട് ഇപ്പോൾ ആ പേഴ്സൺ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പേഴ്സൻ്റെ ക്യാരക്ടർ അങ്ങനെ തന്നെ തകിടം മറിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് ഓക്കെ വീട്ടിലുകാരുടെ കൂടെ നിൽക്കുമ്പോഴാണ് ഈ പേഴ്സൻ്റെ സ്വഭാവം ഇങ്ങനെ, എനിക്ക് വേണമെങ്കിൽ ഈ പേഴ്സണെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലേ എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ നോക്കാം. നിങ്ങൾ ഈ പേഴ്സണെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കിയാൽ എന്താണ് ഉണ്ടാവുക? സക്സസ്ഫുൾ ആകുമോ ഇല്ലയോ? ഈ പേഴ്സണെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ നോക്കിയാൽ പേഴ്സൺ ആ റിലേഷൻ സക്സസ്ഫുൾ ആകുമോ ഇല്ലയോ? നിങ്ങൾക്ക് ഈ പേഴ്സണെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ? ഈ പേഴ്സൺ ചീറ്റിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളറിയാതെ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് വേറൊരു റിലേഷൻഷിപ്പിലും കൂടിയാണിപ്പോൾ. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ. കാരണം സ്നീക്കി എനർജി. ചിലപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൻ്റെ വീട്ടുകാരായിരിക്കാം കേട്ടോ. നിങ്ങൾ ചെന്ന് ചോദിച്ചാൽ അവരുടെ തലയിൽ വയ്ക്കും, അവർക്ക് ഇഷ്ടമല്ല, അച്ഛന് ഇഷ്ടമല്ല, അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയും. അപ്പോൾ ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ മാനിപ്പുലേറ്റ് ചെയ്യും നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ പേഴ്സൺ മാനിപ്പുലേറ്റ് ചെയ്യും. നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും, ഇത് നടക്കില്ല, നമുക്ക് വിട്ട് കളയാം, നമുക്ക് വേണ്ട ഈ വിവാഹം, കാരണം എൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല, വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി അല്ലാതെ നമ്മൾ വിവാഹം കഴിച്ചിട്ട് എന്താ കാര്യം, നമ്മൾ എങ്ങനെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി എടുക്കാൻ നോക്കും. അപ്പോൾ ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഒരു തീരുമാനം എടുക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ ഒരു വഴിയും കാണുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇവർ പറയുന്ന ആരെ വേണമെങ്കിലും ഈ പേഴ്സൺ കല്യാണം കഴിക്കും. അതാണ് ഈ പേഴ്സൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പം തോന്നുന്നത്, ഇപ്പം നിങ്ങളോട് പറയാൻ പോകുന്നത് എനിക്ക് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം,
കാരണം എനിക്ക് ഇപ്പോൾ പഠിക്കുകയാണെങ്കിൽ എനിക്ക് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, അങ്ങനെ ഡിഗ്രി എടുക്കണം, ഇങ്ങനെ ഡിഗ്രി എടുക്കണം. കരിയറിലാണെങ്കിൽ എനിക്കൊരു നിലയിലെത്തണം, എന്നാട്ടേ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്കിതൊന്നും വേണ്ട എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെന്നാലും വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് വേണ്ട നമുക്ക് കല്യാണം നടക്കില്ല എന്നല്ല പറയാൻ പോകുന്നത്. വീട്ടുകാർ സമ്മതിക്കില്ല, പിന്നെ എനിക്ക് എൻ്റെ പഠിത്തം നോക്കണം, പിന്നെ എനിക്ക് എൻ്റെ ഫ്യൂച്ചർ നോക്കണം, നമുക്ക് ജീവിക്കാൻ വീട് വെക്കണ്ടേ, അത് വെക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് തട്ടി തട്ടി മാറ്റിക്കൊണ്ടിരിക്കും. ഇത് വെറുതെയാണ്, വേസ്റ്റാണ്, നിങ്ങളുടെ വേസ്റ്റ് ഓഫ് ടൈമാണ്. അപ്പോൾ വീട്ടുകാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരാളെ കല്യാണം കഴിക്കുക, അതാണ് നിങ്ങൾക്കുള്ള മീൻസ് ഇത് എൻ്റെ ഒരു ഇതാണ്. ഞാൻ ഈ സിറ്റുവേഷൻ കണ്ടിട്ട് വെറുതെ എൻ്റെ പുറകെ കണ്ടിട്ട് കാര്യമില്ല, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം ജീവിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ബ്ലൂ സെലക്ട് ചെയ്തൊരു റീഡിംഗ്. സോഡിയാക് സൈൻ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അക്വേറിയസ്, ലിബ്ര, ജെമിനായി, ലിയോ, Cancer, Pisces, Scorpio, Taurus, Libra, Cancer, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio. നിങ്ങൾ ആ പേഴ്സണോട് ചെന്ന് സംസാരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഭയങ്കര സങ്കടമായി പോകും, നിങ്ങൾക്ക് നാണക്കേടുമായി പോകും. അതുകൊണ്ട് വേണ്ട. അക്വേറിയസ്, ലിബ്ര, ജെമിനായി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ലിയോ, Cancer, Pisces, Scorpio, Aquarius, Libra, Pisces, Taurus, Virgo, Capricorn. അപ്പോൾ ഇത്രയുമാണ് സോഡിയാക് സൈൻസ്. അപ്പോൾ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരാൻ പ്രാർത്ഥിക്കുക. ശരിയായത് എന്താണ്, എനിക്ക് നല്ലത് എന്താണ്, അത് കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അതാണ് നിങ്ങളുടെ. ഇനിയിപ്പോൾ റെഡ് സെലക്ട് ചെയ്തൊരു റീഡിംഗ് ആണ്. നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം. റെഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? ഓറക്കിൾ മെസ്സേജ് എന്താണ്? റെഡ് സെലക്ട് ഇത്രയും കാർഡ് എടുക്കാൻ പറ്റില്ല. ഒരു കാർഡ് പ്ലീസ്. റെഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ് പ്ലീസ്? പിന്നെയും കാർഡ്സ് വരുന്നുണ്ടോ? പക്ഷെ ഒന്നും മറിഞ്ഞിട്ടില്ല കേട്ടോ. എല്ലാം ഒരു കാർഡ് മാത്രമേ മറിഞ്ഞിട്ടുള്ളൂ. ഇതെല്ലാം മറിഞ്ഞിട്ടില്ല ഒന്നും. ഇത് വീണമെന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഗംഗയാണ് ഡിവൈൻ ഇൻ്റർവെൻഷൻ. ഡിവൈൻ ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു കൈകടത്തൽ നിങ്ങളുടെ ജീവിതത്തിൽ. ഓക്കെ, ദൈവം ഒരു ഇൻട്രസ്റ്റ് എടുക്കുക, ദൈവം ഒരു വഴി കാണിക്കുക. 3 റീഡിങ്ങിലും ദൈവം വഴി കാണിക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എന്താ അങ്ങനെ? ദൈവം ഇത് വർഷിപ്പ് ലോർഡ് ശിവ ഫോർ ഹിസ് ഡിവൈൻ ഇൻ്റർവെൻഷൻ ടു അവോയ്ഡ് എനി സോർട്ട് ഓഫ് ഡിസാസ്റ്റർ ഓർ പ്രോബ്ലം ആൻഡ് മേക്ക് തിങ്സ് ആൻഡ് പീപ്പിൾ ഇൻ യുവർ ഫേവർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഫേവറിൽ വരാൻ, നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിച്ചെടുക്കാനായിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കണമെന്നാണ് പിന്നെയും പറയുന്നത്. 3 റീഡിങ്ങിലും ദൈവത്തിനോട് പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. വേറെ ഒന്നും വന്നില്ല. ദൈവത്തിൻ്റെ സഹായം അഭ്യർത്ഥിക്കുക എന്നാണ് പറയുന്നത്. കാരണം അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ പോകുന്നത്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അകന്ന് നിൽക്കുന്ന ഒരാളെ തിരിച്ചു കൊണ്ടുവരാനാണ് നോക്കുന്നത്. അത് ദൈവത്തിൻ്റെ ഒരു ഇതുകൊണ്ട് മാത്രമേ അത് നടക്കുകയുള്ളൂ എന്നാണ് കാണിക്കുന്നത്. അത്ര മോഹമാണെങ്കിൽ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ദൈവം അത് ഇപ്പോൾ റീഡിങ്ങിൽ കാണിക്കുന്നത് 2 റീഡിങ്ങിലും പ്രശ്നങ്ങളാണെന്നാണ് കാണിച്ചത്. അപ്പോൾ അതിന് ദൈവം നിങ്ങൾക്ക് മനക്കരുത്ത് തരും, നേർവഴി കാണിക്കാൻ. നിങ്ങൾക്ക് നല്ലത് എന്താണോ അത് തരാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കേണ്ടത്. മനസ്സിലാവുണ്ടോ? എന്ന് വെച്ചാൽ ദൈവമേ എനിക്ക് ഈ പേഴ്സണെ തരണേന്ന് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ കിട്ടില്ല, പക്ഷേ ദൈവം നല്ലൊരു വഴി കാണിച്ചു തരും. അതാണ് പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നോക്കാൻ പോകുന്നത് ഈ പേഴ്സണിൻ്റെ ഓവറോൾ എനർജി എന്താണ്, നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കുന്ന പേഴ്സണിൻ്റെ ഓവറോൾ എനർജി എന്താണ്, നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളുടെ ഓവറോൾ എനർജി എന്താണ്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളുടെ ഓവറോൾ എനർജി എന്താണ്.
2 3 4 എടുക്കുകയാണ് ഞാൻ കേട്ടോ. 2 ആണെന്ന് വെച്ചാൽ 2 3 4 എന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ. 4 എന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഒരു കാർഡ് അപ്രൈറ്റ് ആണ്, എംപറർ ഉണ്ട്. ഇത് ഓവറോൾ എനർജിയാണ് ആ പേഴ്സൻ്റെ കേട്ടോ. ഈ പേഴ്സൺ ഭയങ്കര അതോറിറ്റേറ്റീവ് ആണ്, ഭയങ്കര നല്ല പണമുള്ള ആളായിരിക്കണം, എന്തോ ഒരു അതോറിറ്റി ഉള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്, കാര്യങ്ങൾ തീരുമാനം എടുക്കുക, ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്ന ഇതിലുള്ള ഒരാളാണ്. അപ്പോൾ പക്ഷേ ഈ പേഴ്സണൽ ലൈഫിൽ ഈ പേഴ്സൺ എന്തോ കള്ളത്തരങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അച്ഛനാണ്, കുട്ടികളുള്ള ഒരാളാണെന്ന്, അമ്മയാവാം അച്ഛനാവാം, എനർജിയാണ്. അപ്പോൾ ഇവിടെ എന്തോ ഒരു കള്ളത്തരം ഈ പേഴ്സൺ കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു കുറ്റബോധം ഈ പേഴ്സൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഇവിടെ ഭയങ്കര കടുംപിടുത്തക്കാരനായ ഒരാളാണ്, കടുംപിടുത്തക്കാരിയായ ഒരാളാണ്, ഫ്രീഡം ആഗ്രഹിക്കുന്ന, അപ്പോൾ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിൽക്കുന്ന, കാരണം ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ട് ഒരു ചട്ടക്കൂടിലിരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ പേഴ്സൺ ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ട്, ഈ പേഴ്സൺ ലൈഫ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ പക്ഷേ ഈ പേഴ്സൻ്റെ സ്വഭാവം ഭയങ്കരമായ ക്രൂരമായ ഒരു മൈൻഡിലാണ്, വളരെ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് ഇപ്പോൾ. ഈ പേഴ്സൺ ഇപ്പോൾ ഭയങ്കര സെൽഫിഷാണ്, ഈ പേഴ്സൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഈ പേഴ്സൺ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വേറെ ആരും ഈ പേഴ്സണെ ബാധിക്കുന്നില്ല, വേറെ ആരുടെയും ഒരു കാര്യം ഈ പേഴ്സണെ ബാധിക്കുന്നില്ല. ഇങ്ങനെ ഒരാളെയാണ് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവരുടെ സിറ്റുവേഷൻ എന്ത്? ഇതാണ് ഇപ്പോഴത്തെ എനർജി. അവരുടെ സിറ്റുവേഷൻ എന്താണ്? ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ്? ഇപ്പോൾ ചിലപ്പോൾ പവർ കൈവരുമ്പോൾ ചിലരുടെ സ്വഭാവം മാറില്ല, അതുപോലത്തെ ഒരു സ്വഭാവമാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ്? മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ കൊണ്ട് കാര്യങ്ങൾ സാധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പേഴ്സൺ. ആർട്സ് എല്ലാം കൂടെ തട്ടിയിട്ട് കണ്ടോ, ഭയങ്കര ഓക്കെ. ഇത്രയും കാർഡ്സ് എടുക്കണം എന്നാണ് പുള്ളി പറയുന്നത്, ഈ പേഴ്സൺ പറയുന്നത്. ആണായാലും പെണ്ണായാലും സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ സ്ട്രെങ്ത് കാർഡ്, 2 ഓഫ് ഇൻഡിസിഷൻ ആണ്. എന്തോ ഒരു കാര്യം നടത്താൻ വേണ്ടി എന്തോ ഒരു ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പേഴ്സൺ ഇല്ലീഗലായിട്ട് കാര്യങ്ങൾ നടത്തുന്ന ഒരാളാണ്, ഒരു അതോറിറ്റി പൊസിഷനിലിരിക്കുന്ന, ലീഗൽ സൈഡിലിരിക്കുന്ന ഒരാൾ ഇല്ലീഗലായിട്ട് കാര്യം ചെയ്യുന്ന ഒരാളാണ്. ചില സമയത്ത് അതിൻ്റെ ഒരു കുറ്റബോധമുണ്ട്, ഒരു പേടിയാണ്, കുറ്റബോധമല്ല പേടി, കണ്ടുപിടിക്കപ്പെടുമോ എന്നൊരു പേടിയുണ്ട്. അപ്പോൾ ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ തൊടുന്നതെല്ലാം പൊന്നാവുന്നതാണ്. അപ്പോൾ ഈ പേഴ്സൺ ദുഷ്ടനെ പന പോലെ വാഴ്ത്തുന്നു പറഞ്ഞ ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ കേട്ടോ. പക്ഷേ ഈ പേഴ്സൺ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ട്, കുറേ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അത് മനസ്സിലാക്കുന്നില്ല. പിന്നെയും ബിസിനസ് പുതിയ തുടങ്ങുന്നു, പുതിയ ആക്ഷൻസ് എടുക്കുന്നു, പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു, വീണ്ടും വിചാരമില്ലാണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഭയങ്കര ആർത്തിയുള്ള ഒരാളാണിത്, സ്ത്രീ ആയാലും പുരുഷനായാലും. അപ്പം മറ്റുള്ളവരെ യൂസ് ചെയ്തിട്ട് അവരെ കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ലാസ്റ്റ് ചെയ്യില്ല, അധികം നാൾ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് വരുന്നത് പോലെ തന്നെ കാര്യങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ട് പേഴ്സണിൽ, വയറിളക്കം പോലെ. പക്ഷേ ഇത് പണം വരുന്നുണ്ട്, അതിന് അപ്പുറം എക്സ്പെൻസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിനേക്കാളും ഇതിപ്പോൾ ഈ സിറ്റുവേഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇത് തീർന്നിട്ടില്ല. ഈ പേഴ്സൺ എപ്പോഴും ഈ എനർജി തന്നെയാണ് കേട്ടോ. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ചാലഞ്ചിങ്, ആരെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്താൽ ഭയങ്കര ചാലഞ്ചിങ് ആണ്, ഭയങ്കര ഒരു പേടിയില്ലാത്ത കാണിക്കും. പക്ഷെ ഉള്ളിലൊരു പേടിയുണ്ട്, കണ്ടുപിടിക്കപ്പെടുമോ എന്ന്. എല്ലാം ചെയ്യുന്നത് ഈ പേഴ്സൺ തന്നെയാണ്, മനസ്സിലായോ? ആരെയും വിശ്വാസമില്ല. അപ്പോൾ കള്ളത്തരം മുഴുവൻ ഈ പേഴ്സൺ ആണ്. കൈക്കൂലി മേടിക്കുകയാണെങ്കിലും എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണിത് കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാവരോടും വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ഒരു വാഗ്ദാനവും പാലിക്കില്ല, പക്ഷേ അവരുടെ അടുത്ത് നല്ല കാര്യങ്ങളെല്ലാം നേടിയിട്ടുണ്ട്. വലിയൊരു ഡിസാസ്റ്ററിലേക്കാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് മനസ്സിലാക്കാനുള്ള ആ ഒരു മെൻറ്റാലിറ്റിയില്ല. ഇപ്പോൾ ആർത്തി പിടിച്ചിട്ട് കണ്ടുകൂടാത്ത ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ. അതിലേക്കാണ് നിങ്ങളുടെ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഇപ്പോൾ ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നൊരു ഇൻഡിപെൻഡൻസ് ആണ് ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പേഴ്സൺ അറിയാത്തതല്ല, ഈ പേഴ്സൺ എന്താണ് തെറ്റാണ് ചെയ്യുന്നതെന്ന് ഈ പേഴ്സണ് ശരിക്കും അറിയാം.
നിങ്ങളോടുള്ള ഫീലിങ്സ് പറഞ്ഞാൽ നിങ്ങളോട് ഇത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ സീക്രട്ടായിട്ട് ഉള്ളിൽ ഒതുക്കി നിങ്ങളോട് നല്ലോണം നുണ പറയുന്ന ഒരാളാണ്. ഇതെല്ലാം സീക്രട്ടായിട്ട് ഉള്ളിൽ ഒതുക്കി വെച്ചേക്കാണ് കള്ളത്തരം മുഴുവനും. ഇനി ഒരു പുതിയ പ്രോജക്റ്റിലേക്ക് പോകണം. അപ്പോൾ അതിന് നിങ്ങളുടെ കൂടെ ഒരു സപ്പോർട്ട് വേണം. പുതിയ അപ്പോൾ ഈ പേഴ്സൺ പുതിയ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്, പുതിയ ബിസിനസ് തുടങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിൽ നിന്നും ഇതെല്ലാം മറച്ചു വെക്കുകയാണ് ഈ പേഴ്സൺ ചെയ്യുന്നത്. നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ ബ്രേക്കിലായിരിക്കാം, പക്ഷേ അതൊരു പുതിയ ബിഗിനിങ് തുടങ്ങണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ന്യൂ പ്രോജക്റ്റ് കാണിക്കുന്നത്, പക്ഷേ അതൊരു ഫിസിക്കൽ ഇതിന് വേണ്ടിയിട്ടുള്ള മാത്രമുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. കാരണം ഇമോഷണൽ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് പറയേണ്ടി വരും. അപ്പോൾ നിങ്ങളോട് ഇമോഷണലായിട്ട് അറ്റാച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി നിങ്ങൾ ഈ പേഴ്സണെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കിയാൽ എന്താണ് ഉണ്ടാവാൻ പോകുന്നത്? നിങ്ങൾ ഈ പേഴ്സണെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്കറിയില്ല ഈ പേഴ്സൺ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പേഴ്സണെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ പേഴ്സണെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ്. പഴയ പോലെ അല്ലെങ്കിൽ ഈ പേഴ്സണിൻ്റെ സ്വഭാവം എപ്പോഴും ഇങ്ങനെയായിരിക്കും, നിങ്ങൾക്ക് മനസ്സിലാവാത്തതായിരിക്കും. ഇപ്പോൾ കുറേ കാർഡ്സ് എടുക്കാൻ പറ്റില്ല, എല്ലാം കൂടെ എടുക്കുന്നില്ല, എല്ലാം നെഗറ്റീവാണ് വന്നേക്കുന്നത്. നമുക്ക് നോക്കാം. ക്വീൻ ഓഫ് പെന്റിക്കിൾസ് റിവേഴ്സ് ആണ്. ഈ പേഴ്സൺ ഭയങ്കര സെൽഫിഷ് ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ റിജക്റ്റ് ചെയ്യും കേട്ടോ. നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്യും, നിങ്ങളെ തള്ളിപ്പറയും. കാരണം നിങ്ങൾ ഈ പേഴ്സൻ്റെ ഇപ്പോൾ ഇത് അറിഞ്ഞിട്ടാണ് നിങ്ങൾ ചെല്ലുന്നതെങ്കിൽ ഈ പേഴ്സൻ്റെ അടുത്തേക്ക് നിങ്ങൾക്കറിയാം ഈ പേഴ്സൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന്. നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളായിട്ടൊരു ടീം വർക്കിന് ഈ പേഴ്സൺ നിങ്ങളായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കില്ല. കാരണം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ പേഴ്സണെ നിങ്ങൾ ഇനി ഒരിക്കലും നല്ല ആളായിട്ട് കാണില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് കാര്യമില്ല ഈ പേഴ്സണ്. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ ഈ പേഴ്സൺ ഒരു വഴി തുറന്നു കിട്ടിയിട്ടുണ്ടല്ലോ, അതിലെ തന്നെ മുമ്പോട്ട് പോകാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. മാക്സിമം നേടിയെടുക്കുക. ആ പേഴ്സൺ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള. അപ്പം നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിലല്ല, ഫ്രണ്ട്സാണ് ഈ പേഴ്സണായിട്ട്. അതല്ലെങ്കിൽ നിങ്ങളൊപ്പം ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ പേഴ്സൺ വഴിതെറ്റി പോകുന്നത് കൊണ്ട് നിങ്ങൾ തിരിച്ച് ഈ പേഴ്സണെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. ചിലപ്പോൾ നല്ല സ്വഭാവം ഉണ്ടായിരുന്ന ആളായിരിക്കും, പക്ഷേ ഇതിൻ്റെ കള്ളപ്പണത്തിൻ്റെ രുചി അറിഞ്ഞപ്പോൾ അതിലേക്ക് വീണ് പോയി. അപ്പോൾ അതാണ് നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കുന്നത് ഈ പേഴ്സണെ കൊണ്ട്. പക്ഷേ ഈ പേഴ്സൺ ഒറ്റയ്ക്ക് ഈ ജോലി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, ഇതിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഓഫർ ചെയ്യുന്ന ഹെൽപ്പ് ഈ പേഴ്സൺ റിജക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഈ പേഴ്സൺ ഇപ്പോൾ ഭയങ്കര സെൽഫിഷാണ്, ഒറ്റപ്പൂരാടൻ അല്ലെങ്കിൽ ഒറ്റപ്പൂരാടിയായിട്ടാണ് പെരുമാറുന്നത്. ഈ പേഴ്സൺ ആരുടെയും കൂടെ വർക്ക് ചെയ്യാനോ ആരുടെയും അഡ്വൈസ് എടുക്കാനോ റെഡിയല്ല. ഇത് വല്ലാത്തൊരു നെഗറ്റീവ് എനർജിയിലാണ് ഈ പേഴ്സൺ കേട്ടോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഇതാണ് റെഡ് സെലക്ട് ചെയ്തൊരു റീഡിങ്. അപ്പോൾ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, വെർഗോ. നന്നായിട്ട് നുണ പറയും ഈ പേഴ്സൺ, മുഖത്ത് നോക്കി നുണ പറയും. ഇപ്പോൾ Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Leo, Aquarius, Libra, Gemini, Gemini, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Taurus, Libra, Aries. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. അപ്പോൾ ഇതിനാണ് ഡിവൈൻ ഇൻ്റർവെൻഷൻ. ഈ പേഴ്സണെ ശരിക്കും നിങ്ങൾ കൊണ്ടുവരാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് അത്ര വേണ്ടപ്പെട്ട ആളോ, മകനോ മകളോ അല്ലെങ്കിൽ ഭർത്താവോ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ സഹായം നേടിയെടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിലേക്ക് പുറപ്പെടുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഞാൻ ഇതിവിടെ നിർത്തുകയാണ്. അപ്പോൾ അടുത്ത റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.